ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരെയാണ് അറസ്റ്റിലായ എൻ വിജയകുമാറിന്റെ മൊഴി. എല്ലാം പത്മകുമാർ പറഞ്ഞിട്ടാണെന്നാണ് വിജയകുമാറും ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. വായിച്ചു പോലും നോക്കാതെയാണ് രേഖകളിൽ ഒപ്പിട്ടത്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് പത്മകുമാർ വിശദീകരിച്ചിരുന്നില്ല എന്നും എൻ വിജയകുമാർ. SITക്കാണ് വിജയകുമാർ ഈ മൊഴി നൽകിയത്. ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് SIT കോടതിയെ അറിയിച്ചിരിക്കുന്നു. ദേവസ്വം മാനുവൽ തിരുത്തിയതിൽ പത്മകുമാറിനും വിജയകുമാറിനും ശങ്കരദാസിനും പങ്കുണ്ട്. സാമ്പത്തിക ലാഭം ആഗ്രഹിച്ച് ഇരുവരും പത്മകുമാറിന് കൂട്ടുനിന്നെന്നും SIT പറയുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇപ്പോൾ വിജയകുമാറിന്റെ മൊഴി കൂടെ പുറത്തു വന്നതോടുകൂടെ അത് പത്മകുമാറിലേക്ക് എത്തുന്നു. മാത്രമല്ല, ഒരു കൂട്ടുകൃത്യമാണ് നടന്നത്. അതിലെ കൂട്ടുപ്രതികളാണ്. വായിച്ചു പോലും നോക്കാതെ വിജയകുമാറിനെ പോലെ ഒരാൾ അത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സാമ്പത്തിക ലാഭം തന്നെയാണ്. അപ്പോൾ പൂർണ്ണമായും പത്മകുമാറിനെ മാത്രം പഴിചാരേണ്ടതില്ല. എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ തട്ടിപ്പ് തന്നെ നടന്നു എന്നുള്ള കാര്യം കൂടി SITക്ക് വ്യക്തമാകുന്നു. പക്ഷേ അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഇനി SITക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ എന്താണ് സിജോ? SITയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇത് ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്മകുമാറിന് മാത്രമാണ് ഇതിൽ പങ്ക് എന്നതായിരുന്നു നേരത്തെ നൽകിയിരുന്ന മൊഴി. ഈ KP ശങ്കരദാസും അതോടൊപ്പം തന്നെ N വിജയകുമാറും. എന്നാൽ അത് അങ്ങനെയല്ല. ഇവരുടെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ രേഖകളിൽ കൃത്രിമം വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്ത് വിടാൻ വേണ്ടി ദേവസ്വം മാനുവലിൽ തിരുത്തൽ വരുത്തി. ഈ തിരുത്തൽ വരുത്തിയ വിവരം, ഈ മിനിറ്റ്സിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയ വിവരം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പത്മകുമാർ KP ശങ്കരദാസിനെയും അതോടൊപ്പം തന്നെ N വിജയകുമാറിനെയും അറിയിച്ചിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യവും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്വാഭാവികമായും അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം ഇത്രയും നാൾ പറഞ്ഞിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു വിവരങ്ങളും അല്ലെങ്കിൽ കണ്ടെത്തലുകളുമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരിക്കുന്നത്. ഇത്തരം നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് N വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത്, N വിജയകുമാർ മൊഴി നൽകിയിരിക്കുന്നത് താൻ എല്ലാം പത്മകുമാറിനെ വിശ്വസിച്ചു, സഖാവ് പറഞ്ഞിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്തിരുന്നത് പത്മകുമാറാണ്. പത്മകുമാർ കാര്യങ്ങൾ പറയും, തങ്ങളത് അനുസരിക്കും. അതിൽ ഈ കാര്യങ്ങളിൽ രേഖകൾ പോലും വായിച്ചു നോക്കാൻ തങ്ങൾ തയ്യാറായില്ല, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചിരുന്നില്ല. അവിടെയാണ് വീഴ്ച പറ്റിയത് എന്നുള്ളൊരു കാര്യമാണ് മൊഴിയായി നൽകിയിരിക്കുന്നത്. പക്ഷേ ആ മൊഴി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്ര പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കേണ്ടതില്ല. കാരണം അത് ശരിയല്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, ശങ്കർദാസിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് സിജോ? ശങ്കർദാസിന് അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം ആശുപത്രിയിലാണുള്ളത്. പക്ഷേ വിജയകുമാറിനൊപ്പം അറസ്റ്റ് ചെയ്യേണ്ട ആളാണ് ശങ്കർദാസ്. പ്രധാനപ്പെട്ട മൊഴികൾ അദ്ദേഹത്തിൽ നിന്ന് SITക്ക് എടുക്കാനുമുണ്ട്. അപ്പോൾ ശങ്കർദാസിന്റെ കാര്യത്തിൽ എന്തൊക്കെയായിരിക്കും നീക്കങ്ങൾ? ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടുത്ത ദിവസം കോടതി പരിഗണിക്കുന്നുണ്ട്. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. 85 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ഇപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുക, കസ്റ്റഡിയിലെടുക്കുക, അല്ലെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്ക് പോകുമെന്ന് പറയുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടി നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യുക. ഒരു പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലായിട്ടൊന്നും വിളിച്ചു വരുത്താതെ ആശുപത്രിയിലെത്തി അവിടെ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതെന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ KP ശങ്കർദാസ് ഉള്ളത്. നേരത്തെ സമാനമായ സാഹചര്യത്തിൽ ദേവസ്വം സെക്രട്ടറി ജയശ്രീക്ക് സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ വിജിലൻസ് കോടതി തള്ളുകയാണെങ്കിൽ സ്വാഭാവികമായി ഹൈക്കോടതിയിൽ പോവുക, അതിനുശേഷം പറയുന്ന നിലയിൽ അവിടെയും തള്ളുകയാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുക. അപ്പോൾ നിയമത്തിന്റെ പരമാവധി ഒരു ആനുകൂല്യം ലഭിക്കുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ്, അത് ലഭിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ KP ശങ്കർദാസ് ഉള്ളത്. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം മാത്രമായിരിക്കും KP ശങ്കർദാസിന്റെ കാര്യത്തിൽ അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് പോകുക.